ഇന്ന് വ്യത്യസ്തമായ ഒരു മധുരസാധനം തയ്യാറാക്കുക. അറിയാവുന്ന വ്യൂവേഴ്സ് ഒന്ന് കമന്റ് ഇട്ടേരട്ടോ. ശരീരത്തിന് തണുപ്പേകാൻ ഒരു കിടിലൻ ഡെസേർട്ട്. ശിവരാത്രി കഴിഞ്ഞാൽ പണ്ടത്തെ ആൾക്കാർ പറയേ വിശാമ്പാളി എടുക്കണമെന്ന്. ആണോ? സാധാരണ നമ്മുടെ പുഡിംഗ് ഒക്കെ ഉണ്ടാക്കുമ്പോ കുറുകാനായിട്ട് ഒന്നെങ്കിൽ ജലാറ്റിന് കോൺഫ്ലവറാ ചേർക്കാറ്, കുറുകാൻ. പക്ഷെ ഇതിന് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും വേണ്ട. ഏതോ ഒരു എലി കയറിയിട്ടുണ്ടല്ലോ. അത് മനുഷ്യ എലിയാ. എന്ത് പലഹാരാ ഇതുവരെ ഉണ്ടാക്കാത്ത ഒരു പുഡിംഗ്. അയ്യോ എന്റെ മണ്ണ. ഞാനൊരു സൂത്രം കാണിക്കട്ടെ. ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. ഇന്ന് വ്യത്യസ്തമായ ഒരു മധുരസാധനം തയ്യാറാക്കുക. എന്തായാലും ചൂടൊക്കെ അല്ലേ, നൊയമ്പ് കാലത്തും ഉപയോഗിക്കാം. അപ്പൊ എന്നാന്ന് കാണിച്ചു തരാം. അതിനായിട്ട് കുറച്ച് പനങ്കൽക്കണ്ടം 200 സംതിങ് ഗ്രാമാണ്. ഫസ്റ്റ് ക്വാളിറ്റി അല്ലേ? ഫസ്റ്റ് ക്വാളിറ്റി ലുലുന്ന് വാങ്ങിച്ചോണ്ട് വന്നാണ്. ഇത് 200 സംതിങ് ഉണ്ട്. 203 രൂപ അതിൽ എഴുതിയേക്കണേ. ഞാൻ ഫസ്റ്റ് ക്വാളിറ്റി ആണെന്നാ പറഞ്ഞത്. 220 ഗ്രാമാന്ന് തോന്നണം. അപ്പൊ ഏതായാലും വെള്ളത്തിലേക്ക് സ്വല്പം ഇട്ട് ഉരുക്കി ലയിപ്പിച്ചെടുക്കാം. ഇത് കേട്ടോ, വെള്ളം ഇരുന്നോട്ടെ. ഇടുവാണേ. ഇന്ന് നമ്മള് പനങ്കൽക്കണ്ടോ കൂവപ്പൊടിയും തേങ്ങാപ്പാലും ചേർത്തിട്ടുള്ള ഒരു ഐറ്റം തയ്യാറാക്കണം. അത് വേനൽക്കാലത്ത് ശരീരത്തിനൊക്കെ കൂവപ്പൊടി റാഗിപ്പൊടിയൊക്കെ കഴിക്കണത് നല്ലതല്ലേ. അപ്പൊ കുറുക്കായിട്ടല്ല എടുക്കണത്, വേറൊരു ഫോമിലാണ് എടുക്കണത്. ഏത് ഫോമിലാവൂന്ന് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ അത് ശരീരത്തിനൊക്കെ തണുപ്പ് കിട്ടും. അതിനുവേണ്ടി നമ്മൾ കൃത്യ അളവ് എടുത്തിട്ടില്ല, ഉപയോഗിക്കാൻ എടുത്തിട്ടില്ല. കുറച്ചെടുത്ത് പനങ്കൽക്കണ്ട ഉരുക്കാനായിട്ട് ഇട്ടേക്കും കേട്ടോ. അത് ഉരുക്കി കഴിഞ്ഞിട്ടാണ് ബാക്കി പ്രോസസ്സിങ്. അപ്പൊ ഓക്കെ. കൂവപ്പൊടി നല്ലതാണോ വേനൽക്കാലത്ത് കഴിക്കാൻ? കൂവപ്പൊടി റാഗിപ്പൊടിയൊക്കെയാണ് വേനൽക്കാലത്ത് കൂടുതൽ ഉപയോഗിക്കുന്നത്. ശരീരത്തിന് കൂടുതലും റാഗിയാന്ന് എനിക്ക് തോന്നുന്നത്. കൂവ ഉപയോഗിക്കും. തണുപ്പ് നിൽക്കുന്നത് റാഗിയാണെങ്കിൽ അറിയാവുന്ന വ്യൂവേഴ്സ് ഒന്ന് കമന്റ് ഇട്ടേരട്ടോ. റാഗി എന്തായാലും ശരീരത്തിന് തണുപ്പ് നിൽക്കും. മതിയോ? ഇട്ടേക്കാം. മധുരം ഇച്ചിരി വേണമല്ലോ. കാര്യം വേറൊരു ഐറ്റത്തിന് കൂടെ കുറച്ച് നമുക്ക് വെച്ചേക്കണം. ഇത് അതിനാ കൂടുതൽ മധുരം വേണ്ടതല്ലേ. തയ്യാറാക്കണം. നീ ഇത് ഉരുക്കി വരട്ടെ കേട്ടോ. ഇത് ഉരുക്കി വരാൻ കുറച്ച് സമയം എടുക്കും. കാരണം പോലെയല്ലേ. അപ്പൊ ലേശം വെള്ളം ഇങ്ങനെ നനച്ചു കൊടുത്താൽ മതി, ഒഴിച്ചു കൊടുക്കണ്ട. നനയ്ക്കുക, തളിച്ചല്ലേ. തേങ്ങാപ്പാല് പൊടി മിക്സ് ചെയ്യണം കാണിക്കാൻ ആദ്യം വിട്ടുപോയി. അപ്പൊ ചെറു ചൂടുവെള്ളത്തിലേക്ക് ഈ സ്പൂണിന് 3 സ്പൂൺ ഞാൻ ഓൾറെഡി ഇട്ടായിരുന്നു കേട്ടോ. തേങ്ങാപ്പാൽ പൊടി, തേങ്ങാപ്പാൽ ആക്കാനുള്ള പൊടി. അപ്പൊ 1 സ്പൂണും കൂടെ ഇട്ട് വെറുതെ ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇട്ടതാ കേട്ടോ. പിന്നെ തിക്നെസ് വേണം ഇതിനാവശ്യത്തിന്. ഇപ്പൊ ഇത് നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ട് പൊടി വാങ്ങിച്ചു വെച്ചേക്കണം. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഉപയോഗിക്കാനാണ്. സ്ഥിരമായിട്ട് ഞങ്ങളുടെ വീഡിയോ കാണുന്നവർക്കറിയാം, ഞങ്ങൾ തേങ്ങ ചിരണ്ടി പിഴിഞ്ഞ് തന്നെ പാലെടുക്കണം. കാരണം തേങ്ങയുള്ള സ്ഥലമാകുമ്പോൾ നമുക്ക് ചിരണ്ടി പിഴിഞ്ഞെടുത്താൽ സമൃദ്ധിയായിട്ട് ചെയ്യാമല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ അതിന് സമയമില്ല. തന്നെയല്ല ഈ പാക്കറ്റ് കുറച്ചായിട്ട് ഇവിടെ മേടിച്ച് വെച്ചിരുന്ന കോക്കനട്ട് മിൽക്ക് പൗഡർ. ഇനി അത് കുപ്പിയിലിട്ട് വെക്കണം കേട്ടോ, ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്ത് ഇളക്കി റെഡിയാക്കി വെക്കുക കേട്ടോ. അപ്പോൾ അടുപ്പത്തെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇടയ്ക്ക് നോക്കട്ടെ പനങ്കൽക്കണ്ടം കിടക്കണത് ഉരുകണ ഫോമേ. ഉരുകി വന്നാലേ പിന്നെ പ്രോസസ്സിങ് തുടങ്ങാൻ പറ്റുള്ളൂ. ഉരുകട്ട അല്ലേ, ആവുള്ളൂ. അത് ഈ കട്ടയായിട്ടല്ലേ ഇരിക്കണേ. അതാ അത് വന്നോളൂ. ഇത് നമുക്ക് മൂടി വെക്കാം. എന്നിട്ട് നമുക്ക് കൂവപ്പൊടി, അതായത് ആരോ റൂട്ട് അല്ലേ, അതിന്റെ പൊടി ഇതുപോലെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് അതും റെഡിയാക്കി വെക്കാം. ഇതൊന്ന് മൂടാനേ ഒരു അടപ്പെടുത്തോണ്ട് വരട്ടെ. ഞാൻ ഒരേ കപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ ഏതാന്ന് എനിക്ക് മാറിപ്പോകും. അതുകൊണ്ട് ഞാൻ അത് ശരിയാ. അതുകൊണ്ട് ഞാൻ ഇതിൽ തേങ്ങാപ്പാല, ഇനിയിപ്പോ അരോറൂട്ട് പൗഡർ ചെരുവത്തിലിട്ട് മിക്സ് ചെയ്യാം. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. അതെ, ആ പ്രശ്നം ഒഴിവായി. ഇതങ്ങ് ഇടാം നമുക്ക്. ഉണ്ട്. കുറുകി വരുമ്പോ കുറവാകും. വേറെ ഇരിപ്പുണ്ടല്ലോ, ഏതായാലും നമുക്ക് കുറുക്കാനുള്ള ആവശ്യം ഇരിപ്പുണ്ടല്ലോ. വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. പതുക്കെ വെള്ളം ഒഴിച്ച് അതറിയാം. റാഗിയുടെ പോലെ
കൂവ ശരീരത്തിന് തണുപ്പേകുന്നതാന്ന് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. റാഗിയെ ഞാൻ കൂടുതൽ കേട്ടേക്കണം. കൂവയുടെ എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല കേട്ടോ. കൂവ ഏതായാലും നല്ലതാണ് ശരീരത്തിന്, അതെനിക്കറിയാം. വേനൽക്കാലത്ത് ഇത് കഴിക്കുന്നതായിട്ടും കേട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് അഭിപ്രായം രേഖപ്പെടുത്തണം കേട്ടോ. അറിവുള്ളവരൊക്കെ ഇതിനെപ്പറ്റി കൂടുതൽ ഒരുപാട് പേര് യൂസ് ചെയ്യണവരുണ്ടാവൂല. ഒഴിക്ക് വേണേ. മിക്സിങ് കറക്റ്റായി. ഇനി മറ്റൊരു ഉരുകി വരട്ടെ അല്ലേ. മാറ്റം. അപ്പൊ ഇവിടെ ഞങ്ങളെ ഇറക്കി വെച്ച് പതുക്കി ഒന്ന് തണക്കട്ടെ നോക്കതേ. ഈ പാത്രത്തിലേക്ക് തന്നെ ഉരുക്കി മെൽറ്റാക്കി എല്ലാ പൊടി മിക്സും ചേർക്കാൻ നോക്കത്താത്ത ഇരിക്കണം ഞങ്ങൾ. ഇതിൽ തന്നെ ആകുമ്പോൾ പിന്നെ അങ്ങ് ഏതായാലും ഈ പാത്രം ഒന്ന് മെനക്കെടാൻ എടുത്തില്ലേ, വേറെ പാത്രം വേണ്ടല്ലോ എന്ന് കരുതിയോ. തണുത്ത് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്യാം, അതാ നല്ലത്. ഇച്ചിരി കട്ടയും കൂടെ ഉണ്ടായിരുന്നു, അതും കൂടി ഞങ്ങൾ അങ്ങ് ഉരുക്കിട്ടോ, അല്ലെങ്കിൽ കടിക്കും, കല്ല് കടിക്കും. പനങ്കൽക്കട്ടം നമ്മൾ ഉരുക്കിട്ടോ. അതെ, കട്ട ഇല്ലാതെ ഉരുക്കണം. ഇനി അതിലേക്ക് തേങ്ങാപ്പാല് അതെ മുഴുവൻ അങ്ങ് ചേർക്കാം. പിന്നെ കൂവപ്പൊടി എല്ലാം ഒരുമിച്ച് ചേർക്കുവാണോ? എങ്ങനെയാ വേണ്ട? ചേർക്കാം. അല്ല, എന്നതാണെങ്കിലും അത് മിക്സാക്കി കുറുക്കി വറ്റിച്ച് അപ്പം പോലെ അല്ല, അപ്പം അല്ല ഇതുപോലെ കട്ടയായിട്ട് എടുക്കൂലേ. അപ്പം പിന്നെ എങ്ങനെ ചേർത്താലും മുഷിയില്ല. അതെ, ചേർക്കുവാണേ. എല്ലാം നന്നായിട്ട് യോജിച്ചു കൂട്ടാം. ഇനി നമുക്ക് അടുപ്പത്ത് വെച്ച് ഇളക്കി 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 ശരിയാക്കി എടുക്കണം. പനങ്ങൾക്കുണ്ടായതുകൊണ്ടോ ഒരു ക്രീമിഷ് കളറാ. അതെ അതെ അതെ. അല്ലെങ്കിൽ വൈറ്റ് കളർ. ഷുഗർ ആണെങ്കിൽ വൈറ്റ് വന്നാണല്ലേ. അപ്പം ഞാൻ ഈ സംഗതികൾ അലവലാതി ഒന്ന് മാറ്റട്ടെ, എന്നിട്ട് അടുപ്പത്തേക്ക് കയറ്റാട്ടോ. കുറച്ച് ഹെൽത്തി ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാ നമ്മൾ പനങ്കൽക്കണ്ട ഉപയോഗിച്ചേട്ടോ. ഞാൻ വരാം, അപ്പം വരാം. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ആവുകയാണ്. ഞാൻ ഏപ്രിനൊക്കെ കിട്ടിയിരുന്ന കേട്ടോ. ഏപ്രിനെല്ലാം മാറ്റി, കാരണം ചൂട്, ഭയങ്കര ചൂട്. അയ്യോ, ഏപ്രിനും കൂടെ ഇതിലേക്ക് കിട്ടിയ അടുക്കളയിൽ നിൽക്കാൻ പറ്റില്ല ഈ മൊത്തേ. കാരണം എല്ലാം ജനലെല്ലാം തുറന്നായിട്ടേക്കണം. പക്ഷേ ഇങ്ങനെ ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ്. കാരണം അടുക്കളയിൽ നിന്ന് പിന്നെ ഡയറക്റ്റ് ഞങ്ങൾ ഇറങ്ങണേ വർക്ക് ഏരിയയിലേക്കാണ്. അപ്പോൾ വർക്ക് ഏരിയയിലേക്ക് പിന്നെ ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഡോറും ഉണ്ട്, ഇവിടെ വെന്റിലേഷനും ഉണ്ട്, അവിടെ ഒരു ജനലും ഉണ്ട്. ഇവിടെയും കട്ടിങ് ഉള്ളത് കൊണ്ടേ എയർ ഫ്ലോ ഇല്ല. അതുകൊണ്ടാണ് ചൂട് ഇത്രയും ഇവിടെ കേട്ടോ. പിന്നെ ബാക്ക് സൈഡ് ഞങ്ങൾക്ക് ഔട്ട് ഹൗസാണ്, ഇതിനോട് തന്നെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അത് ഇതാ ഒരപ്പര. അപ്പം അത് കാരണം അവിടെയും കട്ടിങ് വരും. അപ്പം എയർ ഫ്ലോ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര പാടാ കിച്ചണിൽ നിൽക്കാൻ. ഒരു രക്ഷയില്ല അല്ലേ. അപ്പം ഇനി ഇളക്കി 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 നമുക്ക് കുറുക്കി വറ്റിച്ച് എടുക്കാം. ഏത് പരുവത്തിലാണെന്ന് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ശരീരത്തിന് തണുപ്പേകാൻ ഒരു കിടിലൻ ഡെസേർട്ട് എന്ന് പറയാം. അതെ അതെ. എന്തായാലും ഇത് കുറുക്കായിട്ടെങ്കിലും കഴിക്കാൻ പറ്റും. അതൊക്കെ പറ്റും. അത് കുറുക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കണല്ലേ, ഉണ്ടാക്കിക്കൊണ്ടിരുന്നതല്ലേ. ഇപ്പൊ കുറച്ചായിട്ട് സീസൺ ആകുമ്പോ തുടങ്ങാന്നുള്ള ഇതിൽ ഇരിക്കുമല്ലായിരുന്നു. ഉഷ്ണകാലത്ത് ഇപ്പൊ തുടങ്ങാം. ഉഷ്ണം ഉഷ്ണേന ശാന്തി. അതിപ്പോ ഏതായാലും നിവൃത്തിയില്ലാത്ത അവസ്ഥയായി. ഈ ശിവരാത്രി കഴിഞ്ഞാ പണ്ടത്തെ ആൾക്കാർ പറയേ വിശാമ്പാളി എടുക്കണമെന്ന്. ആണോ? അതായത് അത് അങ്ങനെ ഒരു പാട്ട് പോലെയാ പഴയ ആൾക്കാർ പറഞ്ഞ. ഈ കുംഭമാസത്തിലാ ശിവരാത്രി. മകരവിളക്ക് കഴിഞ്ഞ് മകരം കുംഭം. അപ്പം ശിവരാത്രി കഴിഞ്ഞാൽ പിന്നെ വീശാമ്പാള വേണമെന്ന് പറയും. അതെന്നാന്ന് വെച്ചാൽ അന്നത്തെ പഴയ കാലഘട്ടങ്ങളിലൊന്നും ഫാനൊന്നും ഇല്ലല്ലോ. അന്നത്തെ ഫാനാണ് വീശാമ്പാള, വിശറ്. അപ്പം അതിന് അങ്ങനെ പറയും. എന്ന് പറഞ്ഞ പോലെ നീ പറഞ്ഞ പോലെ ഉഷ്ണേന ശാന്തി. ഇനിയിപ്പോൾ ഉഷ്ണം കൂടി കൂടി വരും. ഇനിയിപ്പോൾ ഒരു മെയ്, മാർച്ച്, ഏപ്രിൽ, മെയ് അല്ലേ, ഒരു രക്ഷയുണ്ടാവില്ല. നമ്മുടെ ഈ സാധനം വെച്ചേക്കണോണ്ട്, സ്റ്റാൻഡ് വെച്ചേക്കണോണ്ട് പിന്നെ ഫ്ലെയിം പറക്കൂല, അതിൽ തന്നെ നിന്നോളും. ഇതൊരു ഗുണം ഏതായാലും. പെട്ടെന്ന് കുറുകി വന്നു. അത് പൊടി ആവശ്യത്തിന് ഇട്ടിട്ടുണ്ടല്ലോ, കുറുകി മറ്റു വന്നു അല്ലേ. വേഗം വേവുകയും ചെയ്യും. റാഗിക്ക് വേവുണ്ട് കേട്ടോ. ഉണ്ട്. ഇത് വേഗം കുറുകും. ഇതിന് പിന്നെ കുറുകാൻ വേറെ ഒന്നും ചേർക്കുകയും വേണ്ട. അതാണ് ഈ ഒരു ഡെസേർട്ടിന്റെ പ്രത്യേകത. ഇതിന് സാധാരണ നമ്മൾ പുഡിങ്ങൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറുകാനായിട്ട് ഒന്നെങ്കിൽ ജലാറ്റിനോ, അല്ലെങ്കിൽ നമ്മൾ ജലാറ്റിൻ ചേർക്കാറില്ല, കോൺഫ്ലവറാ ചേർക്കാറ് കുറുകാൻ. പക്ഷെ ഇതിന് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും വേണ്ട. ഏറ്റവും കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഇനി ഇതിന്റെ പേര് പറഞ്ഞോ, കാരണം ആയി തുടങ്ങി. കൂവപ്പൊടി കൊണ്ടുള്ള പുഡിങ് എന്ന് വിളിക്കാം അല്ലേ.
നന്നായിട്ട് അലുവ പൂവിലാവണം, എന്നിട്ട് വേണം സെറ്റാക്കാൻ. കുറച്ചൊരു ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പനങ്കൽക്കണ്ടം ചേർത്തത് അതുകൊണ്ടാണ്. തേങ്ങാപ്പാല് കൂവപ്പൊടി കേട്ടോ. പനങ്കൽക്കണ്ടം ഉരുകാൻ ക്ഷമയില്ല. അടുപ്പത്ത് വെച്ച് സ്വല്പം വെള്ളം തളിച്ച് കല്ല് പോലെയല്ലേ ഇത് കൽക്കണ്ട. അപ്പൊ അത് ഇങ്ങനെ ഇച്ചിരി വെള്ളം തളിച്ച് ഉരുക്കുമ്പോൾ എടുക്കണം. വെള്ളം ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവൂല. വെള്ളം തളിച്ച് തന്നെ എടുക്കണം. അതാണ് അതിന്റെ ഒരു പ്രത്യേകത അല്ലേ. ഞാൻ ഏപ്രിലൊക്കെ മാറ്റി ഉടുപ്പയിൽ ചെടി പറ്റണമെങ്കിൽ പറ്റട്ടെ, വേറെ മാറിയിടാം. ഇപ്പൊ എന്നാ ഇന്ന ഇത്രയും പോരാലേ? പോരാന്ന് എനിക്ക് തോന്നുന്നു. ഇച്ചിരി ആവട്ടെ, കുറുകട്ടെ അവിടെ ഇരിക്കും. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ അടി പിടിക്കോ? ഈ നോൺ സ്റ്റിക്കില് അടി പിടിക്കൂല, സാരമില്ല, തീരട്ടെ. അല്ല അങ്ങനെ നടന്നോട്ടെ. കട്ട് ചെയ്ത് എടുക്കാനുള്ളതാണ്. കട്ട് ചെയ്യണമെന്നാണ് ആഗ്രഹം കേട്ടോ, സ്പൂണിൽ കോരി തിന്നാതെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇച്ചിരിയോടെ നമുക്ക് അങ്ങ് വറ്റിക്കാന്നേ, കുഴപ്പമില്ലല്ലോ. അതെ, ഈ പരുവത്തിന് ഞങ്ങൾ ഓഫ് ചെയ്യും. അതെ, ഇതിപ്പോ ധാരാളം പരുവായി. അല്ല കണ്ടു തോന്നണം. ചക്കയ്ക്ക് അലുവ ഉണ്ടാക്കുമ്പോ ഈ പരുവത്തിന് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വെള്ളത്തിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഇത് പുഡിംഗ് ട്രേയിൽ വെച്ച് അടച്ച് ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് നമുക്ക് സെറ്റായി കഴിയുമ്പോൾ എടുത്ത് നിങ്ങളെ കാണിക്കാം കേട്ടോ. 11-12 അല്ലെങ്കിൽ ഉച്ചയൂണിന് എടുക്കാൻ പറ്റില്ല. ചിലപ്പോ പറ്റും, നോക്കാം. സെറ്റാവണ്ടേ, ചിലപ്പോ പറ്റും. 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലിരിക്കണം. ഫ്രീസറിൽ വെക്കരുത്, പുഡിംഗ് ആയതുകൊണ്ട് ഫ്രിഡ്ജിലേ വെക്കാവുള്ളൂ. അപ്പൊ നമുക്ക് ചെരുവത്തിൽ വെള്ളമുണ്ട്, വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുക കേട്ടോ. ഇനി അതിലിരുന്നൊന്ന് തണുക്കട്ടെ കേട്ടോ. ഒരു സ്വല്പം ബട്ടർ എടുത്തേച്ചേ ആ പാത്രത്തിന്റെ കോരി ഇടാനുള്ള പാത്രത്തിന്റെ അടിയിലേക്ക് അങ്ങ് തടവാട്ടോ. ഇവരെ തണുപ്പിക്കാൻ വെച്ചേക്കാം. ഇതിന്റെ അടിയിൽ അത്രയും ബട്ടർ മതി. അമൂൽ ബട്ടർ എത്തോണം. മിൽമ ഓർ അമൂലാ മേടിക്കാറ്. ഇനി ഞാൻ സ്പാറ്റില ഇതൊന്നും എടുത്തില്ല കേട്ടോ, കൈകൊണ്ട് തന്നെ അങ്ങ് ഇതാക്കി. ഓരോന്നെടുത്താ പിന്നെ അത് കഴുകണം. ഈ ചൂട് കൊണ്ടാ. ഇനി ഇത് അതിൽ കിടന്നോട്ടെ. ബട്ടർ ഏതായാലും നല്ലതല്ലേ. ഇനി നമുക്ക് കോരി ഒഴിക്കാം. ഒഴിക്കാനില്ല, ഒഴിക്കാനില്ല, കട്ടയാ. സെറ്റാക്കി വെക്കുക. ഒഴിപ്പ് ഭാഗം ഇല്ല അല്ലേ. കൈ കൊള്ളാം. അതങ്ങ് വായിലേക്ക് വെച്ചോ, തടിയൊക്കെ പോരട്ടെ. എന്നെ അതിന് കിട്ടൂല പോനെ. നല്ല കട്ടി ശരിയാക്കാം നമുക്ക്. എന്തൊക്കെ ഇട്ടേക്ക് ശരിയാക്കാം. ജെല്ല് പോലെയായല്ലോ. ജെല്ല് പോലെ അവനെയൊക്കെ നമുക്കേ നല്ല രീതിയിൽ ആരോടാ ഈ കളി കൊണ്ടുവരാം. എന്നാലും ചിലപ്പോ അവൻ നമ്മളെ മക്കളെ പഠിപ്പിക്കും. ഫുള്ള് ജെല്ലായല്ലോ. ആവട്ടെ. ചോക്ലേറ്റ് പുഡിംഗ് പോലെ. അതെ, കളറ് പനങ്കൽക്കണ്ടത്തിന്റെ കളറ്. പഞ്ചസാര ചേർത്ത പ്യുവർ വൈറ്റ് ആയിരിക്കും. സെറ്റാക്കി വെക്കാം കേട്ടോ. ഇപ്പൊ തന്നെ നീ പറഞ്ഞ പോലെ സെറ്റായി. ഇപ്പൊ തന്നെ സെറ്റായി. ഫ്രിഡ്ജിൽ വെച്ചാൽ വേഗം എടുക്കാം. ഇനി തണുപ്പ് ഊണ് കഴിയുമ്പോ എടുക്കാന്ന് എനിക്ക് തോന്നുന്നു. ഊണ് കഴിയുമ്പോ എടുക്കാൻ പറ്റും. ഏതാണ്ടൊക്കെ ഒരു ഫോമിൽ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിന്റെ തട്ടിൽ വെക്കാം കേട്ടോ. ഒരു 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും തണുത്ത പാകമാവും. നമുക്ക് ഇതിപ്പോ ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ടല്ലേ. ഡെക്കറേഷൻ ഒക്കെ വേണമെങ്കിൽ വല്ലതൊക്കെ ഇടാം, പക്ഷെ നമ്മളൊന്നും ഇടുന്നില്ല. ട്യൂട്ടി ഫ്രൂട്ടി ഇട്ടാ നല്ലതായിരിക്കും. അതില്ലടി, അതിരുന്നത് തീർന്നു. അത് മീതെ ഒന്ന് ഇത് ചെയ്താൽ നല്ലതായിരുന്നു. വേണമെന്നില്ല. അല്ലെങ്കിൽ ഗ്രേപ്സ് വേണമെങ്കിൽ ഇടാം. ഡ്രൈ ഗ്രേപ്സ് ഉണ്ട്. ഡ്രൈ ഗ്രേപ്സ് ഉണ്ട്. അത് വേണമെങ്കിൽ മുകളില് വെച്ചൊന്ന് കാണിക്കാം കഴിക്കുന്നതിന് മുമ്പ് അല്ലേ. ഒന്നുമില്ലെങ്കിലും നല്ലതാ കഴിക്കാൻ, ടേസ്റ്റ്. അപ്പൊ അടയ്ക്കട്ടെ എന്നാ. അടച്ച് തൽക്കാലം ഫ്രിഡ്ജിൽ 1 മണിക്കൂർ വയ്ക്കട്ടെ. ഇപ്പൊ മണി 12:55. അപ്പൊ ഊണ് സമയമാകുമ്പോ എടുക്കാൻ. ഓക്കെ ഓക്കെ. ചൂട് കൊണ്ടേ എപ്പറൊക്കെ വലിച്ചു മാറ്റി. നമ്മുടെ ക്ലിങ് റാപ്പ് വെച്ച വാട്ടർ മെലോൺ ഒന്ന് കാണിച്ച്. ഏതോ ഒരു എലി കയറിയിട്ടുണ്ടല്ലോ. അത് മനുഷ്യ എലിയാ, അതെനിക്ക് മനസ്സിലായി. മൃഗമായ എലിയല്ല. ഫ്രിഡ്ജിലേതായാലും ഓക്കെ. നമുക്ക് പുഡിംഗ് ഒന്ന് നോക്കാം സെറ്റ് ആയോ എങ്ങനെയാന്നുള്ളത് കേട്ടോ. സെറ്റ് ആയെന്ന് തോന്നണേ. നമ്മളത് വെച്ചപ്പോ തന്നെ ഏതാണ്ട് ഒരു സെറ്റായ ഫോമിലായിരുന്നു. നമുക്ക് ഏതായാലും ഇങ്ങനെ വെച്ച് കമഴ്ത്തണ്ടല്ലോ. ഡെക്കറേഷൻ വേണ്ടേ? ഗ്രേപ്സ്
നോക്കട്ടെ. കലാവിരുന്നൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങനെയാ കട്ട് ചെയ്യണേന്ന് അറിയില്ല. അതെ, കട്ട് ചെയ്യട്ടെ? കട്ട് ചെയ്തോ. കട്ട് ചെയ്യാൻ പിന്നെ അമ്മ സമർത്ഥ്യ. അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെയാണോ കട്ട് ചെയ്യണേ? ഇങ്ങനെയാക്കി എടുക്കാം. ഒന്ന് കട്ട് ചെയ്യാതെ അങ്ങനെ ആക്കാൻ പറ്റില്ല. വേണമെങ്കിൽ ഗ്രേപ്സ് അങ്ങ് മാറ്റിക്കാം. ഡെക്കറേഷന് മാത്രം മതി ഗ്രേപ്സ്. ഇങ്ങനെ വെക്കാം. എന്നിട്ട് ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് വെച്ച് കോർണർ ടു കോർണർ ആക്കാം. ആ കുഴപ്പമില്ല വെച്ചാ. ഹാപ്പിയായി. ഇനി കോർണർ എടുക്കാം. കോർണർ ഇല്ലാലും കുഴപ്പമില്ല. കിട്ടണ എങ്ങനെയാന്നിട്ട് ഇവിടെ എവിടെയാന്ന് കണ്ണാടി. ഇങ്ങനെയല്ലേ ചെയ്തത്? ഇങ്ങനെയായിരുന്നോ? ഞാൻ എടുക്കാം. ഇതെങ്ങനെയാന്ന് വെച്ചാല് ഇതിന്ന് എടുക്കണത് അങ്ങനെയല്ല. ഓരെണ്ണം ഇങ്ങനെ പോന്നാ പിന്നെ രക്ഷയായി കൊച്ചെ. എടുക്കാം. അത് ഈ ഇതായിട്ടിരിക്കണോണ്ടേ ഒരെണ്ണം പെട്ടെന്ന് പോരും. ഒരെണ്ണം ഒന്ന് വിട്ട് പോന്നാ പിന്നെ എല്ലാം ഷേപ്പിൽ കിട്ടും. ഇനി അപ്പൊ നമ്മുടെ ആരോ റൂട്ട് പുഡിംഗ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അതെ, നല്ല ടെക്സ്ചർ ആണ് കേട്ടോ. അറിയാലോ. വെക്കട്ടെ? ബാക്കി കണ്ടോ? ബാക്കി മുന്തിരിങ്ങ നടുക്കങ്ങ് വെച്ചേക്കാം. തിന്നോളാം. അല്ല കഴിക്കണവരെടുത്തോ. എല്ലാവർക്കും ഉണ്ടോ? പിന്നെ നല്ല വെച്ചിട്ട് കൊടുക്കാം. ഇതിന്ന് കട്ട് ചെയ്തെടുക്കാം. വലിയ പീസ് അങ്ങ് എടുത്തോ. അതെ, എല്ലാം ഈസി ആയി പോയി. ഞാൻ പറഞ്ഞില്ലേ, ഒരെണ്ണം അതിൽ നിന്ന് ഇറുകിയിരിക്കണോണ്ടൊന്ന് വിട്ടു പോന്നാ മതി. പിന്നെ ബാക്കി എല്ലാം കറക്റ്റായി പോരും. ഓക്കെ, ഇപ്പൊ എത്ര എടുക്കണുള്ളൂ? ഇത് മതി. അധികം ആവശ്യമില്ല. അമ്മ ഇച്ചിരി കഴിച്ചു നോക്കി. അത് ഞാൻ അതിൽ നിന്ന് എടുക്കാം. ആവട്ടെ, ഞാൻ കഴിക്കണതിന് എനിക്കൊരു ഓർഡർ ഉണ്ട്. അമ്മ ഇച്ചിരി കഴിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ കഴിക്കില്ല. ഒന്ന് എടുത്ത് വെച്ച് ഓരോന്നും ഭംഗിയാക്കി കത്തി കൊണ്ടേ കഴുകി വെച്ച് എല്ലാം കഴിഞ്ഞിട്ട് മാറ്റുവാട്ടോ. ഇത് എൻ്റെ ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ലതാ. മധുരമൊക്കെ പാകാം. നമ്മുടെ രീതിക്ക് മധുരം പാകാണ്. ഇച്ചിരി മധുരം ആയാലും കുഴപ്പമില്ല. ഒരു ഹെൽത്തി ഓപ്ഷൻ എന്ന നിലയ്ക്കാണ് കേട്ടോ. അതെ. അപ്പൊ ഇത് അപ്പയ്ക്ക് കൊടുക്കാം. ഇത് അപ്പയ്ക്ക് വേറെ സ്പൂൺ വേണം. നീ സ്പൂൺ എടുത്തോ. അപ്പ ഈ സ്പൂൺ കൊണ്ട് കഴിക്കില്ല. അതോ ഞാൻ അപ്പയ്ക്ക് മറ്റേ സ്പൂൺ എടുത്തോളാം കേട്ടോ. ഓക്കെ. എന്ത് പലഹാരാ? ഇതുവരെ ഉണ്ടാക്കാത്ത ഒരു പുഡിംഗ്. അയ്യോ, എങ്ങനെയുണ്ട്? അത്ര സുഖമല്ല. ഇത് കൂവപ്പൊടിയാ. ആരോ റൂട്ട് പുഡിംഗ്. ആരോ റൂട്ട് പനം കൽക്കണ്ടം. ഡെലീഷ്യസ് പുഡിംഗ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ല ഇതിനുള്ളത്. ഇത് ഉഷ്ണക്കാലത്ത് ശരീരം തണുക്കാനായിട്ട് കൂവ കുറുക്കില്ലേ, അത് പുഡിംഗ് ആക്കിയതാ. പനം കൽക്കണ്ടം ചേർത്ത്. പക്ഷെ സോഫ്റ്റ്നെസ് ഇല്ല പുഡിങ്ങിന്റെ. സോഫ്റ്റ്നെസ് ഒക്കെ ഉണ്ട്. പക്ഷെ അത് മറ്റേ ഇത് കുറച്ചുകൂടെ ഹാർഡാ. അല്ല, സാധാരണ ഫ്രോസൺ അല്ലാത്ത രീതിയിൽ കഴിക്കുന്നതിന് കുഴപ്പമില്ല. അതിന് കുഴപ്പമില്ല. ഇവിടെ കൂവപ്പൊടി സ്ഥിരം ഉണ്ടാക്കൊണ്ടിരുന്ന എനിക്കത് അതിന്റെ ടേസ്റ്റ് വളരെ ഫെമിലിയറാണ്. പനങ്കൽക്കണ്ടം ചേർത്ത് ഉണ്ടാക്കിയതാ. ഹെൽത്തി ഓപ്ഷൻ. പ്രീമിയം പനങ്കൽക്കണ്ട. ഓഹോ, എന്റെ മന്നെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പം ഞാനും ഈ പുഡിങ് കഴിക്കുകയാണ്. ഊണ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് കഴിക്കുന്നത്. എനിക്കിഷ്ടമാണ് എൻ്റെ രുചി. ഈ പനങ്കൽക്കണ്ടം ചേർത്ത് കഴിയുമ്പോഴേ വേറൊരു ടേസ്റ്റ് അതിന് വരുന്നത്. എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല. പിന്നെ ഒരു ഡെലീഷ്യസ് പുഡിംഗ് എന്ന നിലയ്ക്ക് ഇതിനെ കണ്ടിട്ട് കാര്യമില്ല. കുറച്ചും കൂടി ഒരു ഹെൽത്തി പുഡിംഗ് എന്ന നിലയ്ക്ക് കാണുന്നതായിരിക്കും ബെറ്റർ. ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾക്കൊക്കെ പൊതുവേ ടേസ്റ്റ് ഇത്തിരി കുറവാണെന്നാണല്ലോ വെയ്പ്പ്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും ഇതങ്ങനെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് അല്ല കേട്ടോ. കൂവ കുറുക്കിയതൊക്കെ ഞാൻ എപ്പോഴും പനങ്കൽക്കണ്ടം വെച്ച് കൂവ കുറുക്കി കഴിക്കുന്നതാണ്. അതുകൊണ്ട് എനിക്കിതിൻ്റെ ടേസ്റ്റ് വലിയ കുഴപ്പമില്ല. പിന്നെ ഇപ്പോൾ സമ്മറൊക്കെ ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു തണുത്ത സാധനം കഴിക്കണമെന്നാണ് എപ്പോഴും ആഗ്രഹം. ഈ മധുരം ചേർത്ത ജ്യൂസുകളും പുഡിങ്ങുകളും ഒക്കെ എത്രത്തോളം ഒഴിവാക്കാൻ പറ്റുന്നോ അത്രത്തോളം ഒഴിവാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. പക്ഷെ എങ്കിലും ഇത്രയും ചൂട് വരുമ്പോൾ പുഡിങ് കഴിക്കാനും ഐസ്ക്രീം കഴിക്കാനും ഒക്കെ ഭയങ്കര ക്രേവിങ് ആണ്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പനങ്കൽക്കണ്ടമൊക്കെ ചേർത്തുണ്ടാക്കുന്ന പുഡിങ് ആകുമ്പോൾ കുറച്ചും കൂടി അത് ഒരു സാറ്റിസ്ഫൈയിങ് ആവുമല്ലോ. ഷുഗർ ആഡ് ചെയ്യുന്നില്ലല്ലോ, ആ ഒരു ഫീലിംഗ് കിട്ടും.
അപ്പം അതൊക്കെയാണ് സംഭവം. അധികം ഉണ്ടാക്കിയിട്ടില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല കേട്ടോ, ടേസ്റ്റാണ്. പിന്നെ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഹെൽത്തി ഓപ്ഷൻ എന്ന നിലയ്ക്ക് കഴിക്കാം എന്നേ ഉള്ളൂ. വീണോ? നമുക്ക് നോക്കാം. ആ കിട്ടിപ്പോയി, ലാവൻഡർ. എൻ്റെ അമ്മോ, യെസ്. പച്ച പറയാം, മൂത്തതൊക്കെ ഇങ്ങനെ അണ്ണാൻ കടിക്കുവാണ്. അത് തീരെ ചെറുതല്ലേ. ഞാനൊരു സൂത്രം കാണിക്കട്ടെ. ഇലഞ്ഞിപ്പൂ ഏത് ചോട്ടീന്നാ? അവിടെയാണോ? ഏഹേ, ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. നല്ല മണ. അത് ഈ ആ വേനക്ക സ്കൂൾ അടയ്ക്കുന്ന സമയത്ത് ഉണ്ടാവണം. ഇനി ഉണ്ടോന്ന് നോക്കാന്നാ. ഒരെണ്ണേ ഉള്ളൂ. ഒരെണ്ണേ ഉള്ളല്ലേ? ഓ കൊള്ളാം. അത് കാത്തിരുന്ന് കിട്ടി. അതെ, നമ്മളത് പ്രിസർവ് ചെയ്തിട്ടാണ് കോമ്പൗണ്ട് വാൾ കെട്ടിയിരിക്കുന്നത്. അതിനുള്ള സമ്മാനം എന്നുള്ള നിലയിലാണ് നമുക്ക് ഇത്തവണ നേരത്തെ തന്നു. അതെ. കണിക്കൊന്ന പിടിച്ചു. നല്ല മര്യാദക്കാരനാണ്.